അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉഅയ്ന റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ചരിത്രം പഠിക്കുമ്പോൾ ഒരു സംഭവം ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ബഹുമാനപ്പെട്ടവരുടെ അവസാനത്തെ ഹജ്ജ് ചെയ്യുന്ന സന്ദർഭം, ബഹുമാനപ്പെട്ടവർ മുസ്ദലിഫയിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ ഒരു വാക്ക് അവിടെ നിന്ന് പറഞ്ഞു. തൻ്റെ കൂട്ടുകാരോട് ഒരു വാക്ക് പറഞ്ഞു, വളരെ ശ്രദ്ധേയമായ ഒരു വാക്ക്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഖദ് വഅഫൈതു ഹാദൽ മൗളിയ 70 മറ. ഞാൻ ഈ സ്ഥലത്തേക്ക് 70 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 70 പ്രാവശ്യം ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് എനിക്ക് നൽകിയിട്ടുണ്ട്. അവിടുത്തെ അവസാനത്തെ ഹജ്ജിൻ്റെ സമയത്താണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് എന്നത് ശ്രദ്ധിക്കണം. എന്നിട്ട് പറയാണ്, ഞാൻ ഈ സ്ഥലത്തേക്ക് എനിക്ക് 70 പ്രാവശ്യം എൻ്റെ റബ്ബ് വരാനുള്ള തൗഫീക്ക് നൽകി. അതെന്തിനാണ് അങ്ങനെ തൗഫീക്ക് നൽകിയത്? അതിന് കാരണം ബഹുമാനപ്പെട്ടവർ പറയുന്നു, അഖൂലു ഫീ കുല്ലി മറത്തിൻ അല്ലാഹുമ്മ ലാ തജ്അൽഹു ആഖിറൽ അഹ്ദി മിൻ ഹാദൽ മക്കാനി. ഞാൻ എല്ലാ അവസരത്തിലും വരുമ്പോൾ ഈ മുസ്ദലിഫിൽ എത്തിയപ്പോൾ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കും, റബ്ബേ എൻ്റെത് ഇത് അവസാനത്തെ വരവ് നീ ആക്കല്ല റബ്ബേ എന്ന് ഞാൻ റബ്ബിനോട് എന്നും ദ്വാരക്കും. മുസ്ദലിഫിൽ ദ്വാരന്നാൽ ഉത്തരം കിട്ടുമെന്നുള്ളത് ഉറപ്പാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്, ഈ സ്ഥലത്ത് റബ്ബിനോട് നല്ല ആത്മാർത്ഥതയോടുകൂടെ ദുആ ചെയ്താൽ അടുത്ത കൊല്ലം എനിക്ക് ഹജ്ജ് ചെയ്യാനും ഈ മുസ്ദലിഫിൽ വന്ന് റബ്ബിനോട് ദുആ ചെയ്യാനും ഇബാദത്ത് എടുക്കാനും അവൻ തൗഫീക്ക് നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാ ഹജ്ജിൻ്റെ സമയത്തും ഞാനിങ്ങനെ ദ്വാരക്കലാണ്. അങ്ങനെ ഒരു പ്രാവശ്യം ദ്വാരുന്നതിൻ്റെ പ്രതിഫലം അള്ളാഹു രണ്ടാമത്തെ ഞാൻ തൗഫീക്ക് നൽകി. അങ്ങനെ എല്ലാ ഹജ്ജിൻ്റെ സമയത്ത് ഞാനിങ്ങനെ റബ്ബിനോട് ദുആ ചെയ്തതിൻ്റെ പ്രതിഫലം എനിക്ക് വീണ്ടും വീണ്ടും അങ്ങനെ 70 പ്രാവശ്യം എനിക്ക് എൻ്റെ റബ്ബ് തൗഫീക്ക് നൽകി. എന്നിട്ട് ബഹുമാനപ്പെട്ട ഒരു വാക്ക് പറയുന്നു, പക്ഷേ ഇന്നത്തെ ഈ ദിവസം, അതായത് അവിടുത്തെ അവസാനത്തെ ഹജ്ജിൻ്റെ സമയത്ത് പറയാണ്, ഇന്നത്തെ ഈ ദിവസം ഞാനങ്ങനെ ദ്വാരക്കുന്നില്ല. എനിക്ക് ഇനി ആ റബ്ബിനോടോ ആ ദുആ എനിക്ക് ചോദിക്കാൻ എന്തോ എനിക്ക് ലജ്ജയാകുന്നുണ്ട്. കാരണം 70 പ്രാവശ്യം എൻ്റെ റബ്ബ് എനിക്ക് തൗഫീക്ക് നൽകില്ലേ, ഇനിയും ഞാൻ ആ തൗഫീക്ക് ചോദിക്കുന്നത് ശരിയല്ലല്ലോ, ഞാനിനി അങ്ങനെ ദ്വാരക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് ആ ദുആ, അങ്ങനെ ഒരു ദുആ, അതുവരെ ദ്വാരുന്ന ആ മുസ്ദലിഫിൽ വെച്ച് ദ്വാരുന്ന ദുആ ബഹുമാനപ്പെട്ടവർ ആ പ്രാവശ്യം ദ്വാരക്കുന്നില്ല. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവർ നാട്ടിലേക്ക് എത്തിയപ്പോൾ അതോടുകൂടെ ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു പോവുകയാണ്. നോക്ക്, ഇതിൽ നമുക്ക് ധാരാളം പാഠങ്ങളുണ്ട്. അവരൊക്കെ അള്ളാഹുവുമായിട്ട് എന്തൊരു ബന്ധമാണ്, എന്തൊരു ആത്മാർത്ഥമായ ചിന്തകളാണ്. അവരും അള്ളാഹുവുമായിട്ട് എന്തൊരു ബന്ധമാണ്. ബഹുമാനപ്പെട്ടവർക്ക് എന്തൊരു ധൈര്യമാണ്. റബ്ബിനോട് ചോദിച്ചാൽ കിട്ടും, ഇവിടെ ചോദിച്ചാൽ കിട്ടും. ഇതൊക്കെയാണ് അവരുടെ ചിന്ത. എന്തുകൊണ്ട് അത്രമാത്രം അള്ളാഹുവിനോട് അവർ താല്ലുക്കായിട്ടുണ്ട്, അത്രമായിട്ടും അവർ അള്ളാഹുവുമായിട്ട് അടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട്, ധാരാളം ചിന്തകൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊരു ദുആന്, ഒറ്റൊരു ദുആക്ക് അള്ളാഹു ഉത്തരം നൽകുന്നു. അങ്ങനെ 70 പ്രാവശ്യം ബഹുമാനപ്പെട്ടവർക്ക് തൗഫീക്ക് കിട്ടുന്നു. എന്നിട്ട് അവസാനം ബഹുമാനപ്പെട്ടവർ ആ പറഞ്ഞ വാക്കുകളൊക്കെ വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അവൻ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.